ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? ഞങ്ങളൊരു 1 month. ഇതിനു വേണ്ടി വന്നതാ, ഈ ക്യാമ്പയിന് വേണ്ടി വന്നതാണോ അതോ യൂത്ത് ഫെസ്റ്റിവലിന് വേറെ എന്തെങ്കിലും ആയിട്ട്? ഇല്ല, ക്യാമ്പയിന് വേണ്ടിയായിട്ട് വന്നതാണ്. രഞ്ജിത്ത്, എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു സന്ദേശം കൊടുക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു വേദി ഉണ്ടാവില്ല. കാരണം ഈ പുതുതലമുറ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും വാഗ്ദാനവും ഒക്കെ. അവർക്ക് ഇത്രയും നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഈ യുവജനോത്സവം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേദി. ഇനി ഇന്നത്തെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സമാപനം. നമ്മുടെ ടൊവിനോ തോമസ്, ആസിഫ് അലി ഒക്കെ ഇന്ന് എത്തും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇവിടെയുള്ള എല്ലാവരും. അല്പസമയത്തിനകം തന്നെ, വൈകിട്ടാണ് പരിപാടിയെങ്കിലും അല്പസമയത്തിനകം തന്നെ ഈ വേദിയൊക്കെ നിറഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പ്രധാന വേദിയുടെ സമീപത്താണുള്ളത്. അപ്പോൾ വൈകിട്ട് 5 മണിയോടുകൂടി അവരൊക്കെ എത്തും. അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 5 ദിവസത്തെ ഉത്സവം കൊടിയിറങ്ങുമ്പോൾ ഇന്ന് സ്വർണ്ണക്കപ്പ് നേടുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം തൃശ്ശൂരും കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരാണ് മുന്നിലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ഒന്ന് ചെറുതായി മുന്നിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ അവസാന ദിവസം ഇന്ന് സ്വർണ്ണക്കപ്പ് ആരെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും. ഒപ്പം തന്നെ ഇന്നലെ നടന്ന മത്സരങ്ങൾ, പ്രത്യേകിച്ച് സംഘനൃത്തത്തിനൊക്കെ ഈ വേദിയിലൊന്ന് കാല് കുത്താൻ സ്ഥലമില്ല, അത്രക്ക് തിരക്കായിരുന്നു. അത്രയും ആഘോഷത്തോടെ ആവേശത്തോടെയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്, ഇത്തവണത്തെ സംസ്ഥാന കലോത്സവത്തിന് ഈ അനന്തപുരി ഏറ്റെടുത്തത്. അപ്പോൾ അതിന്റെ ഒരു തിരക്ക് അല്ലെങ്കിൽ ആ ആവേശത്തിന്റെ ഒരു ബാക്കി അത് ഇന്ന് സമാപന ദിവസമായി ഇന്ന് കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവസാന ഇനങ്ങൾ അത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി തന്നെ കംപ്ലീറ്റ് ആകും. അതിനുശേഷം മറ്റ് 5 മണിയോടുകൂടി മറ്റ് സമാപന പരിപാടികൾ മുഖ്യമന്ത്രി ടൊവിനോ തോമസ്, ആസിഫ് അലി ഒക്കെ എത്തും. ആ ഒരു ത്രില്ലിലാണ് ഇവിടെയുള്ളവർ. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിന് മമ്മൂട്ടി എത്തിയപ്പോൾ ഉണ്ടായ ഒരു തിരക്ക്, കൊല്ലത്തെ തിരക്കൊക്കെ. അപ്പോൾ അതുപോലെ വളരെ മികച്ച ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഈ അതിഥികൾ എത്തുന്നതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രധാന വേദിയിൽ നടക്കാൻ പോകുന്നത് നാടോടി നൃത്തമാണ്. അല്പസമയത്തിനകം നാടോടി നൃത്തം ആരംഭിക്കും. ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ കുട്ടികളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 9:30 കൂടി തന്നെ മത്സരങ്ങൾ തുടരാനാകും. ഒപ്പം തന്നെ മറ്റ് കേരള നടനം പോലത്തെ ഐറ്റംസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെന്റിലും ഈ അവസാന ദിവസം കപ്പ് ആര് കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് ആൻസർ പ്രതീക്ഷിച്ചൊക്കെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. അപ്പോ അതാണ് അവസാന ദിവസത്തെ, കൊടിയിറക്ക ദിവസത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് സമാപനമാണ് ഉണ്ടാകുന്നത്.